guys, welcome back to my channel Devus Cooking. Devus Cooking. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒന്നുമില്ല, ഒരു വൈകുന്നേര സമയം കേട്ടോ. എൻ്റെ അമ്മയുടെ ഒരു വൈകുന്നേര സമയമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 3:45 കേട്ടോ, 3:45. അപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ കറക്റ്റ് വെയിലടിക്കുന്നുണ്ട്. നമുക്ക് നേരെ അമ്മ ഇപ്പല്ല ഇവിടെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ലോറി ഹായ് ആക്കു, ഹായ്. കണ്ട അമ്മ ലൈവിലാണ്. ഞാനിവിടെ വ്ളോഗ് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം കാണിച്ചു. നമ്മുടെ വീട് കണ്ടോ, എൻ്റെ വണ്ടിയുണ്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം. ഇതെല്ലാം പുല്ലായിട്ടോ, ഇതെല്ലാം വൃത്തിയാണ്. നേരെ പോയാൽ ബീച്ചസിൻ്റെ അടുത്ത കുറച്ച് ദൂരം പോകണം. നേരല്ല, വളവെല്ലുണ്ട്, എന്നാലും കുറച്ചടുത്താണ്. കണ്ട വണ്ടിയുണ്ട്. ഉണ്ടോ, ഞാൻ ഇപ്പോൾ രജിസ്ട്രേഷൻ. ഇത് അമ്മയുടെ വണ്ടി. രണ്ട് വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് നമ്മൾ പഴയ നായ്ക്കൂടാന്ന് കേട്ടോ. നമുക്ക് പണ്ടേ ഒരു നായി ഉണ്ടായിന്, നായ്ക്കുട്ടി. അപ്പം അതിനിടാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ഇതെന്താ നോക്കട്ടെ, ഇതിലെന്തൊക്കെ ഇടാറുണ്ട്. ഗൈസ് നമ്മളോട് മതി. ഇതാണ് നമ്മുടെ സൈക്കിള്. ഇത് വണ്ടി മേടിച്ചതിനെ ഉപയോഗിച്ചിട്ട് കുറേ ഉപയോഗിക്കാത്ത കുറേ ആയി. ടയറൊന്നും അത്ര ശരിയില്ല. ഉണ്ടോ, ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേവസ് കുക്കിംഗ്. അപ്പോൾ ഗൈസ് ഇന്നലെ നമുക്ക് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ട. എന്താ വെച്ചാൽ മറന്നു വിട്ടോയി തന്നെ പറയാൻ പറ്റുമോ. ആ രാത്രി എടുത്ത ഒരു പരിതാപത്തിലും വന്നിട്ട് നമ്മൾ എടുത്ത ആ ഒരു വീഡിയോ ഇല്ല കേട്ടോ. അതിനുശേഷം നമ്മൾ അങ്ങനെ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം, നേരെ അങ്ങോട്ടേക്ക് പോവാം. നമ്മളെ പാലത്തിൻ്റെ സ്ഥലമില്ലേ, അവിടെ പോവാം. അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷം കാണാം, നമുക്ക് പോകുന്ന വഴി ഫലം കാണാം. അപ്പോൾ ഗൈസ് ഇത് നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറമാണ് കേട്ടോ. തൊട്ടപ്പുറം എന്ന് പറഞ്ഞാൽ അത്ര അടുത്താണ്. എന്താ വെച്ചാൽ ഇതെന്തെന്ന് വെച്ചാലേ, നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തിരുതച്ചാകര, അതാണ് ഇഷ്ടം പോലെ തിരുതുണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത്. ഇങ്ങനെ വന്നിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല.
3 ദിവസമായിട്ട് ആയിട്ടു. അപ്പോഴത്തേക്ക് എഴുന്നല്ലോ യൂട്യൂബേഴ്സും കുറേ ആൾക്കാർ വരാൻ തുടങ്ങി ഇവിടേക്ക്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവില്ല എത്ര തിരക്കുണ്ടെന്ന് കണ്ടില്ലേ. അങ്ങോളം തിരക്കുണ്ട്. നല്ല തിരുതാന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് തിരുത. ഏകദേശം 60 കിലോ ടോട്ടൽ കിട്ടും ഓരോരാൾക്ക് ഒരു ദിവസം പോയാൽ. ഓരോ ആൾക്ക് കൂട്ടിയാൽ ഇന്നലെ 60 കിലോയിലും കിട്ടിയെന്ന് പറഞ്ഞത്. ഒരു മീനിൻ്റെ സൈസല്ല ഞാൻ പറഞ്ഞത്, ടോട്ടൽ എല്ലാവർക്കും കിട്ടുന്നില്ല. 60 കിലോ മീൻ കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പം അത്രയും ചാകര ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം എവിടെ ഇരിക്കുന്നത്? ആടിരിക്കണം. സോറിക്കോ ഗൈസ്, നമ്മളങ്ങനെ തോണിയിൽ കയറുകയാണ്. ഇരിക്കാം, പിടിച്ചിരിക്കണം. അടിപൊളി. ചോക്ലേറ്റ് ആണ് കേട്ടോ. നല്ല വ്യൂ ഉണ്ട്. നല്ല ഐസ്ക്രീം, നല്ല ചൂടത്ത്. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ, മഴയില്ല. നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ട് കണ്ടോ, നാട്ടിലെ ഹൗസ് ബോട്ടാണ് കേട്ടോ. ഇതുകൂടി വിശകലനമായി ഞാൻ കാണിച്ചത് കണ്ടോ. തിരക്കണ്ട, അത്രയും തിരക്കാണാടാ. ഒന്നുമില്ല, ഒരാളും എടുക്കുക, ഒരു വലിയ ആളും എടുക്കുക. അതിലത്തേക്ക് പച്ച മൈദപ്പൊടി, ഒന്നും മഞ്ഞളൊന്നും കലക്കണ്ട, പച്ച മൈദപ്പൊടി എടുത്തിട്ട് ആളൂലേക്ക് ഇടുക, പുഴയിലേക്ക് എറിയുക, ഒറ്റ മീൻ കയറും. അതിൻ്റെ തിരക്കണ്ടാടാ, ഇത്ര തിരക്ക് നോക്കിയാൽ. അവരെല്ലാം എറിയാൻ വന്നവരാണ്. പക്ഷെ അവിടെ അടുക്കാൻ കഴിയുക, അത്രയും നാടില്ലത് അല്ല. കുറേ മീൻ കിട്ടുന്നുണ്ട്. ഞാൻ ഇന്നലെ ലൈവിൽ പറയുന്ന കേട്ടിട്ടേക്കാം, ഒരാൾക്ക് 20 കിലോൻ്റെ ഇതെല്ലാം കിട്ടിയെന്ന്.
അങ്ങനത്തെ കുറേ മീൻ കിട്ടുന്നോണ്ട് ഭയങ്കര നാറ്റാണ് ഇപ്പം. പക്ഷെ തിരക്കിന് ഒരു ഇതുമില്ല കേട്ടോ. നാറ്റാന്ന് അവർക്കൊരു പ്രശ്നമല്ല. അവർ ഈ പൊളിയായിട്ട് എടുക്കുന്നുണ്ട് മീൻ. കണ്ടോ, പണ്ടൊരാടെ ഒരു വലിയ ഗോൾ പോസ്റ്റും വലിയ ഗ്രൗണ്ടാണ് ഉണ്ടായത്. ഇപ്പം ഗ്രൗണ്ടൊന്നല്ല, ഫുള്ള് മാറി. ഫുള്ള് പുല്ലിടിച്ചു മഴക്കാലത്ത്. കണ്ടോ, ചന്ദനെ കണ്ടു ചത്രി. എടപ്പോന്ന് എന്ത് പാങ്ങ് ചോദിക്കുന്ന ചേട്ടാ, എന്താ രസമാക്കാണ് അല്ലേ? അതേപോലെ ഇങ്ങനെ ഇത് കൊടുത്താൽ മതി കേട്ടാ. സൂപ്പർ. ബാക്കിലെല്ലാം കാട് മുളച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് ചത്താൻ മഴ മാറിയിട്ട് ചത്താൻ്റെ. ഇപ്പം ഈ മഴയുടെ അടിയിൽ തന്നെ ഞാൻ ഒരിക്കലും ചത്തീനി വെച്ചാൽ ഇപ്പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. എനിക്ക് എന്താക്കി ഇത് ഞാൻ കൈക്കോട്ടോണ്ട് ഞാൻ തന്നെ ചത്തിയാണ് കേട്ടാ. ഞാൻ എന്താക്കി അവർ രണ്ടാമത് വരാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവർ എത്തിയില്ല. അപ്പൊ പിന്നെ അവർ പറഞ്ഞു മഴ മാറിയിട്ട് ചത്തിയാൽ മതി. അങ്ങനെ അപ്പോഴും ക്ലീനാക്കുന്നത് ഭയങ്കര വൃത്തിയായിട്ട്. പിന്നെ പാമ്പെല്ലാം ഉണ്ടാവും. ഇത് റോഡാണ് കേട്ടോ. നമ്മള് റോഡൊന്നും ഉണ്ടായിട്ടില്ല. മുമ്പിടെ റോഡൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഒരു ഇടവഴിയാന്നുണ്ടായിരുന്നു, കാടും തോടലായിട്ട്. പക്ഷേ അപ്പൊ പിന്നെ ഇപ്പം ഇതിലെല്ലാം റോഡ് വന്നതാ. സൺസെറ്റ് ആണ് ഗൈസ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അയാൾ നോക്കുന്നു പോലീസുകാരനാണ്. ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റോ റോക്കറ്റോ എന്നറിയില്ല. ഫ്ലൈറ്റ് അല്ലല്ല, ഫ്ലൈറ്റ് തന്നെയാണ്. കണ്ണൂരിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡൽഹി കണ്ട സീനാണ് ഗൈസ്. നമ്മള് വീട്ടിനെടുക്കുന്ന നോക്കി എയർപോർട്ട് കാണാം. എയർപോർട്ട് കാണൂല, ആടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനം കാണാം. കളിപ്പാട്ടത്തിന്റെ അത്ര ഓർമ്മയില്ല അല്ലേ? പക്ഷെ അടുത്തുനിന്ന് കാണുമ്പോ മറ്റേ ആനച്ചക്ക കണക്ക് തന്നെ ഉണ്ട്. പോന്നുണ്ട്. ആ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇരുമ്പി പോന്ന കണക്കുണ്ട്. കേട്ടോ പോന്നുണ്ട്. നോക്കിയതാ കാണുന്ന നോക്കിയ അത് കാണുന്നത്. അത്ര പൊടിക്ക് കാണുന്നു. അത് എന്തികോറ്റാണ് കണ്ടുവരുന്ന. ആ ഫ്ലൈറ്റേ ഇല്ല കൂടുതൽ. കണ്ട മാഞ്ഞിരിക്കുന്ന ഗൈസ്. മാഞ്ഞിട്ടില്ല, അതാ പോകുന്നുണ്ട് ഗൈസ്. കുറേ സപ്പോർട്ട വീണ്ടും പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ. നല്ലോണം
കണ്ടോ ഗൈസ്, നമ്മളോട് ഷീറ്റ് ഇടുന്നു. ഗൈസ് അവിടെ 3 ആൾക്കാർ വീകാറായിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ത്രിപുളാണ് ഗൈസ് ക്വാറന്റൈനിൽ. അറിഞ്ഞിട്ട് പറയണ്ട. അല്ല ഇവന് പോയിന് നേരത്തെ വെറുതെ ആഴ്ച നീയും പോയി. വിശ്വാസം വരുന്നില്ലേ എന്റെ ആകാശത്തോട്ടില് നോക്കുക. ആകാശത്തോട്ടില് പോണ്ട പോണ്ട, നിന്റെ തൃത്തരം പോയിട്ടുണ്ട്. അയ്യോ നാളെ അമ്മ നാളെ എന്തോ പ്ലാൻ ഇട്ടില്ലമ്മ. എന്റെ ഷൂ കണ്ടോ ഗൈസ്, ഇതാണ് എന്റെ ഷൂ. എന്താണ് അമ്മയുടെ അഭിപ്രായം? ഉണങ്ങാത്തത് കാത്തിട്ട് മഴയുണ്ട്. ആരാ ഉള്ളി പാമ്പ് നിറങ്ങുന്നല്ലേ ഗൈസ്. നിങ്ങൾക്ക് പാമ്പിന്റെ മളം കാണണോ? ദേ ഉണ്ടോ? കാണിച്ചതാ അവിടെ അവിടെ. പാമ്പിന്റെ മളമൊന്നും അറിയില്ല. ഒരു ചെറിയ തോട്ട വഴിയുണ്ട്. ഒന്നും ഉണങ്ങിയിട്ടില്ല ഗൈസ്, ഇതറിയ കിട്ടല്ലോ. ഒന്നുമേ ഉണങ്ങിയിട്ടില്ല. നല്ല വെയിലുണ്ടായിട്ടാ, കൊറേ ആയില്ല മഴ. ഒരു മൂടി കെട്ടിയോ നല്ലൊരു വെയിലുണ്ടായിട്ട് അതുകൊണ്ട് ഒന്നുമേ ഉണങ്ങിയിട്ടില്ല. വീണ്ടും അവസ്ഥയാണ്. എന്താ വെച്ചാലോ ആക്കിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല സ്ഥലമുണ്ട്. വീട്ടിൽ കയറാൻ കഴിയില്ല. അപ്പൊ ഇതാകുമ്പോ നമുക്ക് എളുപ്പമായി അറിയില്ലാണ് എടുക്കാൻ. ഇതൊന്നുമില്ല, കുറച്ചുണങ്ങിയിരുന്നു, കുറച്ചുണങ്ങിയിട്ട്. ഇതൊക്കെ ഉണങ്ങിയതാണ്, ഇതൊക്കെ ഉണങ്ങിയതല്ല. എന്റെ വണ്ടി ചാർജിങ്ങിലാണ് ബേസിക്കണ്ട്. ആ ലൈഫ് ജാക്കറ്റ് എന്തിനും മേടിച്ചെന്ന് വെച്ചാലേ നമുക്ക് സുനാമി വരുമ്പോ പേടിയാവുന്നല്ലോ. അതിനാ മേടിച്ചത്. സുനാമി വരുമ്പോ വീട്ടിൽ തന്നെ പോയി കിടക്കാൻ. സംഭവമില്ല, ഉറപ്പായിട്ടും മരിക്കണം. എന്തിനാണ് ശരിക്കും മനസ്സിലാക്കി നീന്തലടുപ്പിക്കാൻ.
അപ്പോഴത്തേക്ക് ഞാനൊരു പൊട്ടനായിരുന്നു. എന്താ വെച്ചാൽ ആരെങ്കിലും ലൈഫ് ജാക്കറ്റ് ഇട്ട് നീന്തലടിക്കാൻ പോവോ? ഈ മനസ്സിലാത് തക്കുന്റെ അല്ലേ? അല്ല, ടക്കു വാങ്ങിച്ചിട്ട് നമുക്ക് തന്നല്ലോ. ഗൈസ്, ഇവിടെ 6 മണി ആവാൻ 6:10 ലൈറ്റ് ഇടാം. ലൈറ്റ് ഇട്ടിരിക്കുന്നു. ഗൈസ്, നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം. നല്ല ശുദ്ധമായ വെള്ളം. ഫിനിഷ് ആവാനായ വാട്ടർ ആയതുകൊണ്ടാണ് ഞാൻ വായ വെച്ച് കുടിച്ചാൽ, അല്ലെങ്കിൽ വായ വെച്ച് കുടിക്കില്ല. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 25 രൂപന്റെ ജ്യൂസ്. വാതിനോട്ട് കണക്കായി പോയി. ഗൈസ് കണ്ടോ ഗൈസ്? യെസ് ഗൈസ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അവര് പോയി ഗൈസ്. അമ്മ ഇവിടെ ഉണ്ട് ഗൈസ്. ഹായ് ആക്കമ്മ. ഹായ്. ഇനി എത്ര പരിപാടി ഉണ്ട് ഇനി ഗൈസ്. നിങ്ങൾക്ക് ഇനി വീഡിയോ കാണാൻ പോകുന്നതേ ഉള്ളു ഗൈസ്. ഈ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് വാച്ച് ചെയ്യാം. യെസ് ഗൈസ്. ബൈ ആക്ക്. ബൈ ആക്ക്. ബൈ. ഇനി പാർട്ട് ഡേ 5. ഹായ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ദേവസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മ ഇന്ന് മാംഗ്ലൂരിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ബോറടിച്ചിരിക്കുന്നതാണ്. ഇന്നലെ നമ്മൾ പ്ലാൻ ഇട്ടു, പിന്നെ ബാംഗ്ലൂരിലും പോയി ഒന്ന് കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചെറിയൊരു ആവശ്യമുണ്ട്, പോയിട്ട് ആവശ്യം പറയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം.
നമ്മള് മംഗലാപുരത്തിലെ നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലിലാട്ടോ കയറിയത്. നമ്മളധികം വരുമ്പോൾ ഈ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ വരല്. ദേവട്ടം കണ്ട ഫസ്റ്റ് തന്നെ ഒരു പീസ് കേക്കാണ് വാങ്ങി കഴിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഫുഡെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. സ്പെഷ്യൽ സാധനം പൂരി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല പൂരി, ചൂട് പൂരിയുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. കേക്കും ഉണ്ട് ഇടാ. അങ്ങനെ ഒരുപാട് കറികൾ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഏതാ രസമില്ല നോക്കാം. ഇതെന്താ മധുരമല്ലോ. നമ്മൾ ഫുഡ് കഴിക്കട്ടെ. മാളിലെത്തി. അത് നമ്മ ഫുഡ് കഴിച്ച ഹോട്ടല്. ഇത് നമ്മൾ അതിന്റെ തൊട്ട് മുൻപുള്ള സിറ്റി സെന്റർ. वो कोई आदमी है क्या तो तेरे शर्म आ गई।
നമ്മൾ മാളിൽ നിന്നും പോലായിട്ടോ. ബൈ ബൈ. സിറ്റി സെന്റർ. KSRTC സ്റ്റാൻഡ് എത്ര മീറ്ററാ? നമ്മ അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ടാവും. അപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു, ഇരിക്കാൻ സീറ്റും ഇല്ല. പിന്നെ നമുക്ക് കുറച്ച് ലോങ് യാത്ര ആയതുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോയി.